ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീണ്ടും തിരിച്ചെത്തിക്കുകയാണ് പോപ്പി പ്ലേ ടൈമിൻ്റെ 4th പാർട്ടായിട്ട്. ഇന്നലെ നമ്മളെന്തുവാ മുകളിൽ വരെ എത്തിയായിരുന്നു. ഇന്ന് നമ്മളെന്തുവാ മുകളിലത്തെ പരിപാടി ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇവിടെ ഗ്രീൻ ഹാൻഡിൽ എന്തോ പരിപാടിയുണ്ട്. ഗ്രീൻ ഹാൻഡ് എടുത്തിട്ട് ഇതിവിടെ എടുത്തിട്ടുണ്ട്. പവർ എടുക്കട്ടെ. ഈ പർപ്പിൾ ഹാൻഡ് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര രസമാണ് അത് കാണാൻ. ഇതിവിടെ വയ്ക്കട്ടെ. ഇനി ഏതാ വഴി? നേരെ പോണം. നേരെ പോകാനോനെ. പക്ഷേ അവിടെ വയ്ക്കാൻ പറ്റും. അത് അവിടെ എത്തുമ്പോഴേ വയ്ക്കണം, ഇല്ല അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അത്. പിന്നെന്തുവാ, ഇത് ഇച്ചിരി ലോങ് വീഡിയോ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഇന്നലെ വരുത്തണമല്ലോ, അതുകൊണ്ട് ലോങ് ആക്കാമെന്ന് വിചാരിച്ചു. ആ പവർ എടുത്തിട്ട് ഇവിടോട്ട് വയ്ക്കണം. ഇവിടെ നിന്ന് വെച്ചിട്ട് അടുത്ത വരി കൂടെ പോകണം. അതിന് മുന്നേ അത് തീരുമോ? ഇതുകൊണ്ട് അവിടെ പവറുണ്ട്, അവിടെ ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ നിന്നുകൊണ്ട് എടുക്കാൻ പറ്റുമോ? ഇനി നമുക്ക് പവർ അവിടെ വരട്ടെ. പവർ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. പവർ എൻ്റെ കയ്യിലുണ്ടോ? അപ്പോൾ ശരിയില്ല. പവർ പോയിട്ടുണ്ട്. പവർ പോയി. ഇനി എന്തുവാ, ഇന്നിനിയും പാർട്ട് ഇടണമല്ലോ. ഇതാണ് ഇട്ടിട്ട് മടുപ്പ് ഞാൻ. ഒടുക്കത്തെ ഒരു മിഷനും പിന്നെന്തുവാ ലാഗും കൂടെ സഹിക്കാൻ പറ്റത്തില്ല. ലാഗ് ഇത് ഇപ്പോഴും എടുക്കാൻ പറ്റുന്നില്ലേ? കിട്ടി. ഇതിനി ഇവിടോട്ട് വയ്ക്കണം. ഇവിടോട്ട് സ്കാൻ ചെയ്യണം. സ്കാനല്ല, എന്തുവാ മെറ്റേജ് ചെയ്യണം. ഇനി എന്തുവാ, ഇന്നത്തെ വീഡിയോയിൽ കിച്ചിമിസിനൊക്കെ കാണും. കിച്ചിമിസി വരും ഇന്നത്തെ വീഡിയോയിൽ, അതുറപ്പാ. കിച്ചിമിസി ഉണ്ട്, എന്തുവാ പോപ്പി ഉണ്ട്. പോപ്പിനെ ഇതുവരെയായിട്ട് നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ. ഇനി പോപ്പി വന്നോളൂ. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എൻഡിങ് ആവാറാവാൻ പോപ്പി വരും. എൻഡിങ് ആവുന്നതിന് മുന്നേ ഇച്ചിരി നേരത്തെ പോപ്പി വരും. എനിക്ക് പോപ്പീനെ കാണണം. ഈ കറണ്ട് വന്നിട്ട് കറണ്ട് പോകണം. അല്ല, കറണ്ട് വരാനാണല്ലോ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കറണ്ടൊന്ന് വന്നിട്ട് വേണം എനിക്ക് ആ കാഡ്നാപ്പിനെ കൊല്ലാൻ. കാഡ്നാപ്പിനെ കൊന്നിട്ട് വേണം അടുത്ത ആളിനെ കൊല്ലാൻ. കാഡ്നാപ്പിന് മുന്നേ ഏതോ ഒരാളിനെ കൊല്ലണം. ആ ആൾ തിരിഞ്ഞാൽ എന്തുവാ നമ്മളെ കൊല്ലും. ആ ആളിൻ്റെ പേര് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇല്ലേ, ആ ആളിൻ്റെ പേരാണ് മിസ്റ്റർ ഡിലൈറ്റ്. ഈ മിസ്റ്റർ ഡിലൈറ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ മിസ്റ്റർ ഡിലൈറ്റ് എന്താ ഒരു പ്രേതം പോലെ. നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വരത്തില്ല, അതങ്ങാതെ നിൽക്കും, സ്റ്റാച്ചു പോലെ. പിന്നെ അഥവാ നമ്മൾ ആ മിസ്റ്റർ ഡിലൈറ്റിനെ നോക്കിയില്ലേ, അവൾ വന്ന് നമ്മളെ പിടിച്ചോണ്ട് കൊല്ലും. അതാണല്ലോ ഹൊറർ ഈ ഗെയിമിലെ മെയിൻ അർത്ഥം. ചാവുക. ഇവിടെ കുറേ പരിപാടി, അത് കിട്ടാൻ ഭയങ്കര പാടാണ്. ഈ 2 കുരീൻ്റെ അകത്തൂടെ കയറ്റണം. ദാണ്ട അവിടെ വയ്ക്കട്ടെ. ഇപ്പം കിട്ടി. വേഗം തന്നെ കൊണ്ട് സ്കാൻ ഇവിടെ ഇടട്ടെ. ഇട്ടല്ലോ. ഇനി എന്തുവാ, ഏത് വരിയാണ് തുറന്നേ? ഇതാണോ? ഇത് തുറന്നാൽ ഇതുവരെ കൂടെ പോകും. നമ്മൾ ഇന്നലെ ഒരു ചത്ത ജീവനെ കണ്ടല്ലായിരുന്നോ? ആ ജീവി ഇപ്പോൾ വരും. ആ ജീവനെ കാണണമെങ്കിൽ ഇല്ലേ, ദാണ്ട് ഇപ്പോൾ വരും. അയ്യോ എൻ്റെ എന്നെ കൊല്ലല്ലേ, പിശാച് എന്നെ കൊല്ലല്ലേ. അയ്യോ നട്ടരെ ഓടിവായോ, എന്നെ പിശാച് കൊന്നേ. അയ്യോ എന്തൊക്കെ തമാശ. ഞാനങ്ങ് മേടിച്ചു ഒന്ന് പോയേ കായ് തുറന്ന്. അവനെ കണ്ടിട്ട് ഒന്നും എനിക്ക് തോന്നിയില്ല. ഏതോ ഒരു പിശാച്. ഒന്ന് പോയിടുന്നത്. നിങ്ങൾ വെറുതെ തമാശ പറയുന്നത്. ഞാൻ വെറുതെ ഡയലോഗ് കളിച്ചല്ലേ, അത് നിങ്ങളങ്ങ് വിശ്വസിക്കും. പർപ്പിൾ ഹാൻഡ് എടുക്കട്ടെ, അതല്ലേ മെയിൻ. പർപ്പിൾ ഹാൻഡ് എടുത്തിട്ട് അതുകൊണ്ട് ബാറ്ററി കുത്തിക്കയറ്റി വെച്ചേക്കുക. കൊച്ചു കള്ളൻ. ആടാ ഇങ്ങോട്ട് കൊച്ചേക്ക. മണ്ടൻ കണ്ടില്ല. പോട്ടെ. ഈ ജീവിയുടെ പേര് എന്തോന്ന് അറിയണം നിങ്ങൾക്ക്? ഈ ജീവിൻ്റെ പേരാണ് ബോബി ബെർഹാക്ക്. ഈ ജീവിയാണ് നമ്മൾ ഏറ്റവും കൊല്ലാത്ത ജീവി.
എന്തുവാടെ പോപ്പി പ്ലേ ടൈം കളിച്ച് തുടങ്ങിയപ്പം തന്നെ ഒരു ജീവി എന്നെ കൊന്നിട്ടില്ല. ആകെ കണ്ടേക്കുന്നത് ഞാൻ ക്യാറ്റ്നാപ്പിനെ മാത്രമാണ്. വേറെ ആരും ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല പോപ്പി പ്ലേ ടൈം 3-ൽ. 2-ലാണ് മൂവി ലോങ് ലെഗ്സിനേക്കാൾ എളുപ്പം കണ്ട്. ഈ 3-ലാണ് എന്തുവാ ഇതുവരെയായിട്ട് മൂവി ലോങ് ലെഗ്സ് പോയിട്ട് തേങ്ങ പോലും വന്നില്ല. മൂവി ലോങ് ലെഗ്സിനെ നമ്മൾ കൊന്നതല്ലേ, കാണാൻ ചാൻസ് ഇല്ല. ഈ ക്യാറ്റ്നാപ്പിനെ എനിക്ക് കാണണം. എന്നാൽ കൊള്ളായിരുന്നു മറ്റേ നൈറ്റ് മെയർ ഹഗ്ഗി വഗ്ഗീനെ കൊള്ളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതുവരെ പോയിട്ട് ഇവിടെ വല്ല വഴിയുണ്ടോ പോവാൻ? ഇനി എന്തോ ഇവിടെ പോവാൻ എന്തോ ഒരു വഴി ഉണ്ടായിരിക്കും. അതുകൊണ്ട് വരി വെൻ്റുണ്ട്. വെൻ്റെ കൂടെ കയറണം. അത് തുറക്കാൻ പറ്റുമോ? ബാറ്ററി എടുക്കടാ ഇങ്ങോട്ട്. ഇതിങ്ങടുത്ത് തുറക്ക്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുവരെയായിട്ട് എല്ലാ ഹാൻഡും നമ്മുടെ റൈറ്റ് ഹാൻഡ് എല്ലാം പോയിട്ടുണ്ട്. റൈറ്റിലെ ഹാൻഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ലെഫ്റ്റിലെ മാത്രം ഇതുവരെയായിട്ടും പോയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ എന്തുവാ ബ്ലൂ ഹാൻഡ് ഇതുവരെയായിട്ട് ആരും കൊണ്ടുപോയിട്ടില്ല. റെഡ് ഹാൻഡ് ഒരു മൂവി ലോങ് ലെഗ്സ് കൊണ്ടായിരുന്നു. മൂവി ലോങ് ലെഗ്സ് ഹാൻഡ് ഉണ്ടായിരുന്നേ നമുക്കെന്താ ചെയ്യായിരുന്നു, മറ്റേതൊക്കെ ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ വേണ്ട. എന്നാലും മൂവി ലോങ് ലെഗ്സ് നല്ല പണിയാണ് കാണിച്ചത്. ആ റെഡ് ഹാൻഡ് എങ്ങാണ്ടോ കൊണ്ടിട്ട് ഇനി 4-ലോ 3-ലോ എല്ലാം കാണും. കിട്ടിയാക്കൊള്ളായിരുന്നു. അത് നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ. ഇന്നെങ്ങാണൊന്ന് എത്തുകൂടെ? ഈ വെൻറ്റിനകത്തിൽ കൂടെ അതും കിടന്നോണ്ടാ പോകണ്ടേ. ഇയാളാണ് ഇരുന്നോണ്ടാ പോകുന്നത്. കിടന്നുകൊണ്ട് പോകാനുള്ളതിന് ഇയാൾ ഇരുന്നുകൊണ്ട് പോകുന്നു. ഇയാളെ കൊണ്ട് വേഗം വന്ന് പോടോ. ഇനി ബാറ്ററി വയ്ക്കേണ്ടത് മറ്റേ സൂര്യത്തിൻ്റെ റൂം ആ റൂമിൽ ആ ബാറ്ററി കൊണ്ട് വയ്ക്കേണ്ടത്. സൂര്യത്തിൻ്റെ റൂം കാണാനില്ലല്ലോ സൂര്യത്തിൻ്റെ റൂം. ഇതാണ് പോപ്പിൻ്റെ 4-ാമത്തെ എപ്പിസോഡ്. 4-ാമത്തെ എപ്പിസോഡ് തന്നെ. നമ്മുടെ സൂര്യൻ്റെ റൂം എത്തിയിട്ടുണ്ട്. ബാറ്ററി കൊണ്ട് വയ്ക്കട്ടെ. നിങ്ങൾ വിചാരിക്കുക നേരത്തെ ഒരു സ്ഥലത്ത് ബാറ്ററി വെച്ചെന്ന്. അത് ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലും കൂടെ ചെയ്യണം. മറ്റേ സൈഡിൽ ഇതൊന്നും ഇല്ലായിരുന്നു, പവറൊന്നും ഇല്ലായിരുന്നു. ഈ ഡോർ തുറക്ക്. എളുപ്പം ഒരു പരിപാടി ചെയ്യണം. ഒരു കാറുണ്ട്, ആ കാറ് വലിച്ച് നീട്ടണം. അതിന് മുന്നേ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അത് ഈ ഗ്രീൻ ഹാൻഡ് വെച്ചാൽ ഈ തുറക്കി ഡോറ്. ഈ പാട്ട ഡോർ എപ്പോഴും അടഞ്ഞുകൊണ്ടിരിക്കും. അതാ മെയിൻ പ്രശ്നം. ഇതെടുക്ക്. ഓടിക്കോ, ലെറ്റ്സ് ഗോ. എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്? പവർ കൊടുക്കുന്നിടത്തോട്ട്. നിങ്ങൾ പവർ കൊടുക്കുന്ന സ്ഥലത്തോട്ട് പോകണമെന്ന് പറ. പോണം. ഇവിടെ കൊടുക്ക. ഇവിടെ കൊടുക്കും. അപ്പോഴേക്ക് ഇത് പോവും. വേഗം തന്നെ കൊടുക്കണം. അല്ല അത് കരിയും. തീർന്നാൽ പിന്നെ വീണ്ടും നമുക്ക് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് നേരം പാട്ട് കേട്ടോണ്ടിരിക്കാം. ഗായ്സ്, അങ്ങനെ നമ്മൾ പവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ചൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതെന്തൊരു ജീവിയുടെ ക്യാറ്റ്നാപ്പിൻ്റെ ബൊമ്മ. ഇവിടെ ചെറിയൊരു സംഭവം ചെയ്യാനുണ്ട്. അതങ്ങനെ ഞാൻ ചെയ്തായിരുന്നു. ഇവിടെ 2 പവർ കൊടുക്കാനുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ കൊടുത്ത് ഇവിടെ ഈ കാർ നമുക്ക് വലിക്കണം. വലിച്ചോ. വിട്ടോ. വിട്ടിട്ടുണ്ട്. കാറ് വിട്ടിട്ടുണ്ട്. കാറ് പോകുന്ന പോക്ക് നോക്കിയേ. കാറ് പോയാൽ പോയി. കാർ എങ്ങാണ്ടോ പോയി. കാറിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. തീരുമാനമായിട്ടുണ്ട്. നേരത്തെ നമ്മളൊരു സ്ഥലം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി ഇതും കൂടെ ചെയ്താലേ നമുക്ക് പവർ കിട്ടത്തുള്ളൂ, കറണ്ട് വരത്തുള്ളൂ. കറണ്ട് വന്നാലേ ഇനി അടുത്ത പണി ചെയ്യാൻ പറ്റത്തുള്ളൂ. കറണ്ട് വന്നിട്ട് വേണം KCBയിലെ കറണ്ട് ആരോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു.
ഈ JCBയിലെ കറണ്ട് വരുന്നു. ഇവിടെ പറയുന്ന JCB ഒന്നുമല്ല കേട്ടോ, ഞാൻ ഗെയിമിൽ പറയുന്നതാണ്. അത് വേറെ കാര്യം. ഇവിടൊക്കെ എന്തൊക്കെ ചെയ്യാനുണ്ട്. മുമ്പേ ഞാൻ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞില്ലേ, അതിന് മുമ്പ് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. പാട്ടൊന്നും കേൾക്കണ്ട ഇപ്പോൾ. പാട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കാം. അവിടെ അല്ലേ പോകണ്ടേ, ഇവിടെ ആണോ പോകണ്ടേ? ഓ ഇവിടെ റെഡ് സ്മോക്ക് ഉണ്ട്. മറ്റേത് വെച്ചിട്ട് പോകണം, ഇല്ല ചാവും. ആ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണും കാണത്തില്ല, കുന്തവും കാണത്തില്ല. തുറക്കൂ സീസർ. ശരിക്കും ജനറേറ്റർ ഓണാക്കാനോന്നോ വന്ന് വെറുതെ വന്നുകൊണ്ടിരിക്കുക. ഇവർക്ക് എന്തോ കറണ്ട് കൊടുത്തു പോകാൻ വയ്യേ. ഒരു ജനറേറ്ററൊക്കെ ഗെയിമിൽ മേടിച്ച് വയ്ക്കാൻ വയ്യേ. അതാ ഞാൻ ആലോചിക്കുന്നു. ഇതറിയാ ഗൈസ്, ക്യാറ്റാപ്പ് വന്നിട്ട് പോയി. ക്യാറ്റാപ്പ് ഈ കള്ളൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പോവും. അങ്ങോട്ടല്ലേ പോണ്ടിയേ കേട്ടോ. ഇത് തുറക്കും ഉറപ്പാണ്. ഒന്ന് തുറന്നില്ലേ ഒന്ന് തുറക്കും ഉറപ്പാണ്. അത് സാധാരണ ഉള്ളതായി. തുറന്ന് ഈ റെഡ് സ്മോക്ക് ഒന്ന് പോകണമല്ലോ. ഇതെപ്പോൾ തീരുന്ന ഈ റെഡ് സ്മോക്ക് എന്തുവാ ഭയങ്കര ഇഷ്യൂവാണ്. ഈ ഗ്യാസ് മാസ്ക് വെച്ചാൽ ഒന്നും കണ്ണ് കാണത്തില്ല, കുന്തവും കാണത്തില്ല. റെഡ് സ്മോക്ക് വെച്ചില്ലേ കാണാൻ പറ്റുന്നത്. എന്തേ ബാറ്ററി എന്തേ? വേണ്ടിരിക്കുന്നല്ലോ. നിന്നെ എത്ര പ്രാവശ്യം ഞാൻ തപ്പിയടാ. ഇവിടെ വന്ന് ഒളിച്ചിരിക്കുക. ഞാൻ കാണത്തില്ലെന്ന് നീ പ്രതീക്ഷിക്കണ്ട മോനെ. അത് വേറെ കാര്യം. ഇനി ഇത് ഇവിടെ വയ്ക്കട്ടെ, എടുത്തോണ്ട് പോകണം. ഇത് പോയിട്ട് വേണം. പ്ലെയറെ ഇത് വയ്ക്കടാ, ഗ്യാസ് മാസ്ക് വയ്യി. അല്ല നിന്നെ ചത്തിട്ട് ഞാൻ വീണ്ടും കളിപ്പിക്കണം നിന്നെ. ഇപ്പം അങ്ങോട്ട് തന്നെ ചെയ്യാൻ വയ്യ ഈ പ്ലെയറിന്. ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തുവാ ഒരു സിനിമാറ്റിക് പോലെ ആക്കാൻ വയ്യ. അതാ സിനിമാറ്റിക് പോലെ ആക്കിയ കുറച്ച് രസമാണ്. ഇതെങ്ങാണൊന്ന് കഴിയുമെന്നല്ല ഞാൻ പറഞ്ഞേ, ഇത് തീരുമോന്ന്. നിങ്ങൾ വിചാരിക്കും എന്തുവാ ഇതെന്തോ ഞാൻ ഡാർക്ക് ആക്കി വെച്ചേക്കും. ഡാർക്കൊന്നും അല്ല, ഇത് ഗ്യാസ് മാസ്ക് വെച്ചേക്കുക. അതുകൊണ്ട് ഞാൻ ഒന്നായാലും ഞെക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് അത് തന്നെ അങ്ങ് വെക്കും. ബാറ്ററി പൊട്ടൻ പ്ലെയറെ അത് മാറ്റി വിളിച്ചപ്പം കണ്ടോ വിളി കേൾക്കും. അങ്ങനെ ആ പ്ലെയറിൻ്റെ അവസ്ഥ. ഇനി നേരെ പോകണം. ഇനി നേരെ ഇപ്പുറത്തോട്ട് പോയിട്ട് ഇപ്പുറത്തോട്ട് പോകണം. എന്നിട്ട് അവിടുത്തെ വഴി കൂടെ കയറണം. എന്നിട്ട് നമ്മുടെ സൂര്യനുള്ള റൂമിൽ കയറിയിട്ട് ബാറ്ററിയും വയ്ക്കണം. ഞാൻ എപ്പോഴും ഈ റൂമിനൊരു പേരിട്ട് വെച്ചിരിക്കുക, സൂര്യൻ റൂം. പടമൊക്കെ ഉണ്ട് സൂര്യൻ്റെ. ബട്ടനൊക്കെ കൊക്കരക്കൊരി കരഞ്ഞ കേട്ടോ, കൊക്കരക്കൊരി. ഇനി എന്തുവാ ചെയ്യണ്ടേ? ഗായ്സ് ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ. ഞാൻ കുറച്ചൊക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞോണ്ടാണ് നിങ്ങൾക്ക് എന്തുവാ ഇച്ചിരി നേരം ഉള്ളതായിട്ട് പോലെ തോന്നുന്നത്. ശരിക്കും ഇത് കുറച്ച് നേരം ഉണ്ടായിരുന്നു. ഇനി ഈ വരി ലോക്കായിരുന്നു. ഇപ്പോഴാണ് ഇതൊന്നും കഴിഞ്ഞ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ നീല കളറായി. നേരത്തെ ബ്ലാക്ക് ആയിരുന്നു. അയ്യോ എത്ര നേരം എടുത്ത് ഇതൊന്ന് ചെയ്യാൻ. ഇനി വെളിയിലോട്ട് പോകണം. ഇനി അടുത്ത പരിപാടി അതാ. ഇതുവരെ പോവും. ഇവിടെ എങ്ങാണ്ട് എന്തോ ഇത് ഡാഡി ലോങ് ലെഗ്സ്, പിന്നെ അവിടെ കാണുന്ന ബേബി ലോങ് ലെഗ്സ്, പിന്നെ ഇപ്പുറത്തും കാണാം ബേബി ലോങ് ലെഗ്സും മൂമി ലോങ് ലെഗ്സും ഒക്കെ ഉണ്ട്. മൂമി ലോങ് ലെഗ്സിൻ്റെ ഒക്കെ പടങ്ങൾ ഈ ഗെയിമിലുണ്ട്, ഇഷ്ടം പോലുണ്ട്. മൂമി ലോങ് ലെഗ്സ് ഉണ്ട്, PJ പകാപ്പില്ലർ ഉണ്ട്, എല്ലാവരുടെയും പടമുണ്ട്. ഗൈസ് സേവിങ് ആവുന്നുണ്ട് ഗെയിം. ഇനി നമുക്ക് കുറച്ച് പരിപാടി ചെയ്തിട്ട് നിർത്താം വീഡിയോ. ഇനി എന്തുവാ ഇവിടെ സ്കാനിങ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ഇത് സ്കാനിങ് ചെയ്യുന്നിടം വരെ നിങ്ങളൊരു കാര്യം ചെയ്യാൻ മറക്കരുത്.
ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്തുവാ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. പിന്നെന്തുവാ, പിന്നൊന്നുമില്ല, അത് തന്നെ. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം, അത് മറക്കരുത്. അത് അമർത്തിയാലേ നിങ്ങൾക്ക് വീഡിയോ വരത്തുള്ളൂ എൻ്റെ. ഇതെന്താ ചെയ്യണ്ടേ? ഇത് മറ്റേതല്ലോ, ഇത് എളുപ്പം. ഇത് അതിലോട്ട് കയറ്റി വയ്ക്കുക, കൈ അമർത്തുക. ഇതെന്ത് സാധനം? പുതിയ അവതാരം വന്നല്ലോ ഗൈസ്, പുതിയ അവതാരം. കൊള്ളാലോ സാധനം. എന്തൊക്കെ ഇതെന്ത്? ഞാനൊരു പരീക്ഷണം ചെയ്ത് നോക്കാൻ പോവാ. ആദ്യം ഇതിലോട്ട് വെച്ച് എന്നിട്ട് ഈ ലിവർ അമർത്തി. ഇനി താണ്ടി ഈ വാതിൽ ഓപ്പൺ ആവുമ്പോൾ ഞാൻ എന്തുവാ ഇപ്പുറത്ത് വരും. ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തുവാ ഈ ഹാൻഡ് ഇവിടെ പുതിയ അവതാരം യൂസ് ചെയ്തിട്ട് എന്തുവാ ഈ സാധനത്തിൻ്റെ പേരും മനസ്സിലാവുന്നില്ല. എന്തേലും ആവട്ടെ. ഇത് ഞാൻ പരീക്ഷണം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓഫാക്കും. ഇപ്പം അത് ഓണാന്നല്ലോ, എന്നിട്ട് ഇപ്പം അത് ഓഫാക്കുമ്പോൾ അത് താരം പോകും. ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതുവരെ കൂടെ ഇറങ്ങണം. എന്നിട്ട് ഇതെന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇതെടുത്തിട്ട് ഇത്തിരി ഹൈറ്റുള്ള ഇതിലോട്ട് ചെയ്യണം. ചെയ്തിട്ട് എന്തുവാ ഹൈറ്റുള്ള എവിടെ? ഹൈറ്റുള്ളതാണ്ട് ആയില്ലല്ലോ. ഇപ്പം അവിടെ ഇനി ഇവിടെ ഇനി അവിടെയല്ല, ഇനി നേരെ ഇനി അവിടെ. ഇനി എന്തുവാ നേരെ ഈ മേളിലുള്ള എടുക്കണം. മേളിലുള്ള എടുത്തിട്ട് അങ്ങോട്ട് ചെയ്യണം. പിന്നെ ഹാൻഡ് റെഡിയാക്കണം. അത് ചെയ്താലേ അടുത്ത പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. എന്തോ ഞാൻ ചെയ്യാൻ മറന്നുപോയി. എന്തായിരുന്നു? മറന്നുപോയല്ലോ. എന്തോ ഞാൻ ചെയ്യാൻ മറന്നുപോയി. നേരത്തെ അത് ചെയ്തായിരുന്നു. ഇനി ഹാൻഡ് ഓൺ ആക്കട്ടെ. അതേലല്ല, ഈ പൊട്ടൻ പ്ലെയറിനെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റ്. ഈ പൊട്ടൻ പ്ലെയറെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുക. അത് വർക്കിംഗ് അല്ലല്ലോ. എന്താ? ഞാൻ ചെയ്യാൻ മറന്നു. എന്താന്ന് വെച്ചാൽ എന്തുവാ ഇത് പോയിന്റ് ചെയ്യാൻ മറന്നുപോയി. പോയിന്റ് ചെയ്താലേ വരുത്തുള്ളല്ലോ. ഇത് പോയിന്റ് ചെയ്യട്ടെ. ഈ സാധനത്തെ കയറ്. ഇനി എന്തുവാ അതിനകത്തോട്ട് വയ്ക്കാം. ഈ പുതിയ അവതാരം എന്ന് നമുക്ക് വിളിക്കാം ഈ സാധനത്തിനെ. ഇനി ഇപ്പം ഇത് പവർ കാണും. അവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മണ്ടയ്ക്കോട്ട് പോയിട്ട് എന്തുവാ ഇപ്പം എല്ലാം കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി എന്തുവാ ഇതിങ്ങനെ വയ്ക്കണം. ഇത് വെച്ചില്ല എന്തുവാ ഇത് കട്ടാവും മുകളിലോട്ടാക്കണം. അതിന് മുന്നേ തന്നെ ഇനി ആ ലിവർ അമർത്തണം. അത് അമർത്തുമ്പോൾ എന്തുവാ ഇത് ആ ഡോർ തുറക്കും. എൻ്റെ സംഭവം ജയിച്ചേ. ഞാൻ വെറുതെ ഒരു പരീക്ഷണം ചെയ്തോ. എന്തൊക്കെയോ പായത്തിനായിട്ടുണ്ട്. ഇനി എന്തുവാ ചെയ്യണ്ടേ? ഇനി മണ്ടയ്ക്കോട്ട് പോകണം. ഇതുപോലത്തെ ഒരു സാധനത്തിലായിരുന്നു നമ്മുടെ പർപ്പിൾ ഹാൻഡ് വരുന്നത്. ഏകദേശം എൻഡിങ്ങിൻ്റെ അടുക്കാറായിട്ടുണ്ട് വീഡിയോ. എന്താന്ന് വെച്ചാൽ അത്രയൊക്കെ ആയിട്ടുണ്ട്. അവിടെ എന്തോ തീപിടുത്തമുണ്ട്. വെള്ളം പോയി വെച്ചിട്ട് വരാം. അത് തീപിടുത്തമൊന്നുമല്ല, ഞാൻ ചുമ്മാ പറയുന്നല്ലേ. ഇപ്പം സമയം എത്രയായി? 6 മണി. അതും രാവിലെ 6 മണി. അല്ലാതെ രാത്രി 6 മണിയല്ല, രാവിലെ 6 മണി. 6 മണി വരെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക ഗൈസ്. ഇത്ര നേരം എടുത്ത്. ഇവിടെ ബട്ടൺ ഞെക്കട്ടെ, വണ്ടി വരട്ടെ. സേവിങ് ആവുന്നുണ്ട് ഗെയിം. ഇനി എന്തുവാ
വേഗം തന്നെ ലിഫ്റ്റ് ഇറങ്ങി പോവാ, ലിഫ്റ്റ് ഇറങ്ങി പോവാ, ലിഫ്റ്റ് ഇറങ്ങി പോവാ. അതാണ്ട് 31 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്താ ഇത് ഇച്ചിരി നേരത്തെ ലെങ്ത് ഉള്ളതെന്ന്. ശ്രദ്ധിച്ചാൽ മതി. ഇത് താരോട്ട് പോയല്ലേ, നേരോട്ട് പോകുന്നതിന് മുന്നേ ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഏറ് ഡും 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 തും 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 തും. ഇതാണ് എന്തെങ്കിലും തട്ടിയാൽ പിന്നെ അവൻ കയറി, പിന്നെ വീണ്ടും മണ്ടയ്ക്കോട്ട്, പിന്നെ താരോട്ട് വിളിക്കണം. കയ്യോ വല്ല തട്ടിയ അപ്പം മേലോട്ട് പോവും. എത്തിയല്ല മേലുള്ളു. ഇത് നമ്മൾ ആദ്യം കണ്ട സ്ഥലമല്ലേ. ഇവിടെ ഇതുപോലെ ഒരു ചോര ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തുവാ ഹഗി വഗി 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 ഹഗി വഗി. ഗൈസ്, ഒരു കുട്ടീൻ്റെ ഫോട്ടോ, ഏതോ ഒരു കുട്ടീൻ്റെ ഫോട്ടോ. ആ കുട്ടി എന്നാന്ന് അറിയത്തില്ല, വേറൊരു കുട്ടീൻ്റെ ഫോട്ടോ. ഇനി എന്തുവാ, ഈ സ്റ്റെപ്പ് കയറണം. ഈ സ്റ്റെപ്പ് കയറുമ്പോഴേ പേടിയാണ്. എങ്ങോട്ടോ ടെലിപ്പോർട്ട് ആവുന്നുണ്ട്. ഷൂ 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 ഷൂ. ഗൈസ്, നമുക്ക് കുറച്ചേരം പാട്ട് കേൾക്കാം. ഗായ്സ്, നമ്മൾ പോപ്പേനെയും പോപ്പേനെയും കിസിമിക്സിനെയും കണ്ട്. ഞാൻ ആദ്യം പറയാൻ വന്ന ഹഗി വഗീന്നാണ്. ഹഗി വഗീനെ നമ്മൾ വന്നതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ വിചാരിച്ചു ഈ സാധനം പുനർജനിച്ച് വന്നു. ഇപ്പോൾ ഒരു അരപ്പ് കേൾക്കുന്നുണ്ട്. അത് ഫാനിൻ്റെ ഒന്നുമല്ല, എന്തുവാ വീടിൻ്റെ തൊട്ടടുത്ത് മര വരുന്നത്. മരയല്ല, റെയിനെന്നും പറയാം. ഇംഗ്ലീഷിലെ എന്തുവാ പറയത്തുള്ളൂ അങ്ങനെ. എന്നാലേ എനിക്കൊരു രസമുള്ളൂ. ഞാൻ റെയിൻ എന്നാണ് എപ്പോഴും പറയുന്നത്. നിങ്ങളെന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് പറയാം. ഞാൻ മലയാളത്തിൽ എപ്പോഴും റെയിൻ പറയത്തില്ല. എനിക്ക് ഇംഗ്ലീഷായി കൂടുതലും ഇഷ്ടം. പോപ്പി പറയുന്ന എന്തുവാ ഇവിടെ എന്തൊക്കെ മോൺസ്റ്റേഴ്സ് ഉണ്ട്. കിസി എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖമല്ലേ? ഒന്ന് വാടാണ് കിസിമിസിൻ്റെ തെറിയും കേട്ട് എൻ്റെ ദേഹത്തോട്ട് പോയേക്ക് ഓടാടുന്നു. ഒന്ന് വാരണ്ടെണ്ണവും കൂടെ.
ഈ പോപ്പിക്ക് എന്തുവാ താഴെ ഇറങ്ങി നടക്കാൻ വയ്യ. ഏത് നേരം കിസിൻ്റെ പുറത്താണല്ലോ കയറി നടക്കുന്നത്. വേങ്ങ ഇറങ്ങി വാങ്ങിക്കോട്ട് ഓടുന്നു വായിക്കൊണ്ട് അടി ഇങ്ങോട്ട്. പോപ്പി കിസി മിസി കിച്ചി മിച്ചി ഒരു കിച്ചി മിച്ചി ഉണ്ട്, പോപ്പി ചേച്ചിയുണ്ട്. എപ്പോഴും പണിയും ചെയ്യിപ്പിക്കും. ഇത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ പോരെ? ഈ ഹാൻഡ് അങ്ങ് തരാം. എന്നെ ഈ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിട്ടാ ഒന്ന് വളർന്നു മര്യാദയ്ക്ക് ഇവിടെ കിടന്നോണം. ഞങ്ങളുടെ മോൺസ്റ്റേഴ്സിൻ്റെ കടിയും മേടിച്ച് ഓടി കൊടുന്നു. എനിക്കങ്ങ് പയ്യ. എൻ്റെ ദൈവമേ, എന്ത് ചോദിച്ചാലും തർക്കുത്തരമേ പറയുള്ളൂ. ഇതെങ്ങോട്ടാ വന്ന്? നേരെയായിരുന്നു. അപ്പോൾ വാടി ഇങ്ങോട്ട്. നിൻ്റെ എന്തോ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആടി ഇങ്ങോട്ട്. എന്തോ നടക്കുക? വേഗം അങ്ങോട്ട് വാ. വേറത്തെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. വാ ഇങ്ങോട്ട്. ഇത് ചെയ്യുക അങ്ങോട്ട്. ഞാൻ ലൈറ്റൊക്കെ അടിച്ചു തരാം. വേഗം ചെയ്തോണം. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇനി കുറച്ച് നേരം കൂടെ ഉള്ള ഗൈസ്. അനൗൺസ്മെൻറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇനി കുറച്ച് നേരം കൂടെ ഉള്ളു വീഡിയോ ഒന്ന്. അതാ അനൗൺസ്മെൻറ്റ് ചെയ്തത് ഞാൻ. ഇനി എന്തുവാ? കൈ ഇരിക്കുന്ന കണ്ടില്ലേ? നെറ്റിപ്പുറിക്കേണ്ട അത്രയും പോലും ഇല്ല പോപ്പി. ലിവർ അമർത്ത്. നീ സംസാരിച്ച് ഞാൻ കേൾക്കുന്നുണ്ട്. നീ ആ ലിവർ അമർത്താദ്യം. ലിവർ അമർത്തിയല്ലോ. നീ എന്തോ ചെയ്യണ്ടേ? ലിഫ്റ്റ് വല്ല വരുമോ നോക്കിയേക്കാം. ഈ പോപ്പീനെ എനിക്ക് വിശ്വാസമില്ല. ഇവളേത് നേരം കള്ളിയാണ്. പവർ ചെയ്യും. എത്ര പ്രാവശ്യം ഇവളെന്നെ പവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വൃത്തിയാട്ടവളും. ലിഫ്റ്റ് വന്നല്ലോ. കൊള്ളാലോ. കയറി. എനിക്ക് ലിഫ്റ്റ് കണ്ട പിന്നെ തല കറങ്ങും ഉറപ്പാ. ഞാൻ ലിഫ്റ്റ് കണ്ട ചാടിക്കയറും എന്നിട്ട് തല കറങ്ങും. അത് ഉറപ്പാ. എടി പോപ്പി കിസിമിസി ഇങ്ങോട്ട് വാടി. വെറുതെ സമയം കളയാതെ വാ ഇങ്ങോട്ട് കയറി. പോപ്പി ഉണ്ട്, ഒരു കിസി മിസി ഉണ്ട്. വേഗം വാ ഇങ്ങോട്ട്. ഗൈസ് പിന്നെ നമുക്ക് കുറച്ച് നേരം പാട്ട് കേട്ടോണ്ടിരിക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് കറണ്ട് വരുത്തണം. ഏത് നേരം ടോർച്ച് വെച്ചോണ്ട് നടക്കണം. ഹോം സീറ്റ് ഹോമിലൊന്നും ലൈറ്റ് പോലും ഇല്ല. പിന്നെ ഗ്യാസ് പ്രൊഡക്ഷനിൽ പറയാൻ കൂടി പറ്റുന്നില്ലത്.
പറയാൻ കൂടി അറിയത്തില്ല എനിക്കത്. സ്മോക്കുള്ളിടത്ത് അടിച്ച് അവിടുത്തൊന്നും ലൈറ്റും കൂടിയില്ല. അവിടുത്തെ ലൈറ്റൊക്കെ വേണമെങ്കിൽ എന്തുവാ വല്ലോ ലൈറ്റ് ടോർച്ചോ വല്ലോ വേണം. അതും സാധാ ടോർച്ചല്ല, വലിയ ടോർച്ചൊക്കെ. ഗായ്സ് അങ്ങനെ കറണ്ട് വന്നപ്പോഴാണ് ഒരു രസം. ഈസി വെച്ച് എണ്ണീക്കടി ഇത് അടാന്ന് ഞാൻ കിടക്കും. നേരെ ഇതിന് ഇതേ പണിയുള്ളൂ. ഇനി എന്തുവാ എന്നാ പോവാം അല്ലേ? പോവാം. ഡോർ അടയ്ക്കടേ ബോബി. ഡോർ അടയ്ക്ക് എടി, ഡോർ അടയ്ക്കടി. ഞാൻ കയറി, ആളൊക്കെ കയറി. താര ഇറങ്ങണമെങ്കിൽ 10 മണിക്കൂർ. അപ്പം നമുക്ക് താര എത്തിയിട്ട് കാണാം. ഗൈസ് അങ്ങനെ എന്തുവാ നമ്മൾ താര എത്തിയിട്ടുണ്ട്. നമ്മുടെ പോപ്പിയും കിത്തി മിസ്സിയും അതിനകത്തിട്ടാണ് രൂപമുണ്ട്. പിന്നെ ഒരു സാധനം ഹോം സ്വീറ്റ് ഹോമിൽ നിന്ന് എടുത്തുകൊണ്ട് പോകണം. എന്നാൽ ചെറിയൊരു പരിപാടി ചെയ്യണം. അതിനാണ് ഞാനിത് എടുത്തുകൊണ്ട് പോകുന്നത്. അത് നമ്മുടെ സ്റ്റാച്യൂസ് ഇല്ലേ, നേരെ പോകുന്നിടത്ത് അവിടെ ഇതുകൊണ്ട് ഫിറ്റ് ചെയ്യണം. അവിടെ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കി വരാം. ആ പോപ്പി ഒലി വിളിക്കുമെന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കാത്തേ? പോപ്പി ചുമ്മാ പറഞ്ഞതാണോ? പോപ്പി പറയുന്നതെല്ലാം സത്യമാണ്. ഇവളാ കഴിഞ്ഞ പ്രാവശ്യം എന്നെ പെടുത്തിയ. നേരെ പോയിക്കൊണ്ടിരുന്ന ഞാനാ നേരെ കൊണ്ട് കുരി ചാടിച്ച് വരി കാട്ടി കുരി കൊണ്ട് കാടിച്ച്. നല്ല കാര്യം. ആ എന്തേ ഗൈസ്, ഡോഗ് ഡേ ഫാറ്റ്.
നിങ്ങളൊന്ന് സ്റ്റാച്യൂസിൻ്റെ അകത്തോട്ട് എത്തുമോ? എത്തി ഗായ്സ് സോലി വിളിക്കുന്നുണ്ട്. ഇനി എന്തുവാ വീണ്ടും ഗെയിം സേവിങ് ആവുന്നുണ്ട്. ഇനി എന്തുവാ വേഗം കൊണ്ട് ഇത് കണക്റ്റ് ചെയ്യണം. എന്നിട്ടും കുറച്ച് പരിപാടിയുണ്ട് ചെയ്യാൻ. ഇതുകൊണ്ട് ഫിറ്റ് ചെയ്യട്ടെ. അതിന് ഫിറ്റ് ചെയ്യുമ്പോഴേക്ക് കുറച്ച് നേരം ആവും. അത് ഫിറ്റ് ചെയ്യേണ്ടത് താണ്ട് ഇവിടെ താണ്ട് ഈ 3 ഇരുത്ത വെറുതെ നമ്മൾ കണ്ടിട്ടുണ്ട്. വെറുതെ ഇരിക്കുന്നുണ്ട്. അത് ഇതുവരെയായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ട് കാണും. തിരിച്ചു പോയോ? അതാണ്ട് ഇവിടെ കിടപ്പുണ്ടല്ലോ. ഇതിങ്ങെടുക്ക്. ഇതെവിടെ ആയിരിക്കണ്ടിയേ? ഇവിടെ ആണോ? അവിടെ ആണോ? അവിടെ ആണോ? ഗൈസ് സോലി പറഞ്ഞ് നമുക്ക് സ്കൂളിൽ പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂൾ ഇഷ്ടമല്ല. പക്ഷെ പ്ലെയറിന് സ്കൂൾ ഇഷ്ടമാണ്. എനിക്ക് സ്കൂൾ ഇഷ്ടമല്ല, പക്ഷെ പ്ലെയറിന് ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് സ്കൂളിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇൻവെൻട്രി എടുത്ത് നോക്കാം ആയോന്ന്. ഇനി എന്തുവാ ഇൻവെൻട്രി എടുത്ത് നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.